തീർത്ഥപ്രസാദം തന്നിക്കില്ലേ പിന്നെന്താ? ഇൻഡസ് വാലി മൾട്ടിപർപ്പസ് സ്റ്റീമർ. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5 മണി. കുളിച്ച് ഫ്രഷായിരിക്കുവാണ്. എന്തിനാന്നല്ലേ, ഇന്ന് ശിവരാത്രി അല്ലേ, അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഫ്രഷായി റെഡിയായത്. എൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം ഇനിയും ഉറങ്ങണമെന്നുണ്ട്. പക്ഷേ അമ്പലത്തിൽ പോകണ്ടേ, അതുകൊണ്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും സുപ്രോൻ്റെയും വക ഹാപ്പി ശിവരാത്രി. അച്ഛനും അമ്മയും റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ പ്രാവശ്യം രാവിലെയാണ് അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് പോകാനുള്ള രഥം താഴെ വെയിറ്റ് ചെയ്യുവാണ്. കണ്ടില്ലേ, വലിയ രഥം. പക്ഷേ കയർ ചെറുതായി പോയോ എന്നൊരു സംശയം. ഡ്രൈവർ സ്പൾബർഗ് ഉറങ്ങുകയാണ്. താഴെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം. അങ്ങനെ 3 ഡ്രൈവർമാരും കൂടി വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഡ്രൈവർ വണ്ടിയുടെ വീലൊക്കെ നോക്കിയിട്ട് വണ്ടി വർക്കാവില്ല, നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ പഴയ വീടാണ്. ഞങ്ങൾ 30 വർഷം താമസിച്ച വീട്. എന്നും ഇതിലൂടെ പോകുമ്പോൾ വീടിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ, ദൂരെ ഒന്നുമല്ല. യൂഷ്വലി നേരം വെളുത്തിട്ടൊക്കെ പോയാൽ മതി. പക്ഷേ ഞങ്ങളുടെ അച്ഛന് എത്രയും നേരത്തെ പോകുന്നു അത്രയും സന്തോഷമാണ്. അതുകൊണ്ട് അച്ഛന് വേണ്ടി ഞങ്ങൾ രാവിലെ പോകും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവാലയമാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ശിവാലയം ഡിമോളിഷ് ചെയ്തു. പുതിയ ശിവാലയം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തൽക്കാലത്തേക്ക് തൊട്ടടുത്ത റൂമിലാണ് ഭഗവാന് പൂജയൊക്കെ നടക്കുന്നത്. ഇങ്ങനെ ലൈറ്റിങ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവാം. അമ്പലത്തിൻ്റെ അകത്തെത്തി കാലൊക്കെ കഴുകി. ഇതാണ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം. സൈഡിലായിട്ടാണ് ഭഗവാനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചത്. അവിടെയാണ് പൂജയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ തൊഴുത് അവിടെ കുറച്ചു നേരം ഇരിക്കാമെന്ന് വെച്ചു. അപ്പോഴുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഞങ്ങൾ ഒരു 10 വർഷമായിട്ട് പരിചയമുള്ള ആളെ പോലെയായിരുന്നു ഇവൻ പെരുമാറിയത്. കണ്ടില്ലേ, ഇന്നെ തന്നെയാണ് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. താഴേന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മതിയായില്ല. അവസാനം എന്താ എൻ്റെ കൂടെ തന്നെ കയറിയിരുന്നു. അങ്ങനെ കുറേ നേരം ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പുള്ളിക്കൊന്നും കിട്ടിയില്ല. സൂപ്രൻ്റെയും ബ്ലാക്കിയുടെയും മണമാണ് കേട്ടോ ഈ മണത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. ഇത്രയും നേരം കാത്തിരുന്നത് ഈ ഒരു പ്രസാദത്തിന് വേണ്ടിയിട്ടായിരുന്നു, ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടി. ഇത് പുളിഹാരയാണ്. ആന്ധ്രാപ്രദേശിലെ എല്ലാ അമ്പലങ്ങളിലും പൊതുവേ കാണുന്ന പ്രസാദമാണ് പുളിസാദം. അങ്ങനെ ശിവാലയത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി തൊട്ടടുത്തുള്ള വേറൊരു അമ്പലത്തിൽ കയറി. ഇതാണ് ഭാവൻ നാരായണ സ്വാമി അമ്പലം, വിഷ്ണു ഭഗവാന്റെ അമ്പലമാണ്. ഈ ഒരു അമ്പലം ഒരുപാട് പഴയ അമ്പലമാണ്. ശ്രീകൃഷ്ണദേവരായലു കാലത്ത് ഉള്ള അമ്പലമാണ്. ഒരുപാട് കഥകളുണ്ട് ഈ അമ്പലത്തിനെ പറ്റി. ആ കാണുന്ന ഗോപുരം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീണുപോയി. പഴയ ഗോപുരം വീണുപോയി. എന്നിട്ട് പുതിയത് കൺസ്ട്രക്ഷൻ ചെയ്തതാണ്. അമ്പലം മാത്രം പഴയത് തന്നെയാണ്. ചെറുതായിട്ട് അവിടെ ഇവിടെ മാറ്റങ്ങൾ വരുത്തി, അത്രയേ ഉള്ളൂ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി വഴിയിൽ ഷുഗർ കെയിൻ കണ്ടു.
അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ എത്താനായിട്ടുണ്ട്. ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതാ കണ്ടില്ലേ ഓടി വരുന്നു. അവൻ്റെ സന്തോഷം കണ്ടോ, പാവം. സായു നീ എവിടെ പോയി? അച്ഛാ നീ എവിടെ പോയി? സായു, അച്ഛാ, അമ്മേ നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് പാവം ഓടി വന്നിക്ക്. അവൻ്റെ ഭാഷയിൽ കുറേ പരാതി പറയുന്നുണ്ട്. അവനെ തനിച്ചാക്കി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുപ്രൻ എവിടെയിടാന്ന് ചോദിച്ചപ്പോൾ ദാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സുപ്രനെ വിളിക്കുകയാണ്. സുപ്രനും ബഡ്ഡിയും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഡ്ഡി ഞങ്ങളെ നെയ്ബർ ഡോഗാണ്. സുപ്രൻ്റെയും ബ്ലാക്കിയുടെയും ഫ്രണ്ടാണ് ബഡ്ഡി. അങ്ങനെ ഞങ്ങളെ കണ്ടേറും സുപ്രനും അതാ ഓടി വരുന്നു. സുപ്രനും ബഡ്ഡിയും. എനിക്കിപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെക്കാട്ടിലും പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുന്നതാണ് ഇഷ്ടം. കാരണം ഇവരുടെ വകയുള്ള ഒരു വാം വെൽക്കമാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെയും അച്ഛൻ്റെയും വകയാണ്. കാരണം പൂരിയും ബാജിയുമാണ്. അച്ഛൻ പൂരി ഉണ്ടാക്കും, ഞാൻ കറി ഉണ്ടാക്കും. പിന്നെ ബാജി കറി എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാനത് കാണിക്കൊന്നുമില്ല. കടലമാവൊന്നും ചേർക്കാതെ ഒരു സാദാ പൂരി ബാജി കറിയാണ്. അങ്ങനെ പൂരിയും കറിയും റെഡിയായി കഴിഞ്ഞു. വാങ്ങ് സാപ്പിടലാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയൊന്ന് കുറച്ച് നേരം ഉറങ്ങണം. കുറേ ആയല്ലോ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ്. പണ്ട് 75 ഹാർട്ട് ചാലഞ്ച് ചെയ്യുമ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്. പിന്നെ അങ്ങോട്ട് ഇല്ല. ഇപ്പോൾ 6 o'clock എഴുന്നേൽക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ ചോറൊക്കെ കഴിഞ്ഞേരം ഷുഗർ കെയിൻ കഴിക്കാൻ തോന്നി. ഇതിങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളെ പല്ലിന് നല്ല ശക്തി വേണം. ഈ പെപ്സിഡൻ്റ് ആരിലെ മുത്തശ്ശിയില്ലേ, മറ്റേ താര കല്യാണിൻ്റെ അമ്മ, ആ മുത്തശ്ശിയുടെ ഒരു ശക്തി വേണം പല്ലിന്. കുറേ നേരം ഞാൻ കുസ്തി പിടിച്ച അവസാനം കഴിച്ചു. ഇത് മുഴുവനൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ കഴിച്ചു. കുറേ ആയി ഷുഗർ കെയിൻ കിട്ടിയിട്ട്. ഇവിടെ അങ്ങനെ എല്ലാ പ്രാവശ്യമൊന്നും കിട്ടത്തില്ല. ഇവിടെ അധികം ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടും, പക്ഷേ എനിക്ക് ജ്യൂസിനോട് താല്പര്യമില്ല. എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഷുഗർ കെയിനൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പാർസൽ വന്നത്. ഇൻഡസ് വാലി എന്ന വെബ്സൈറ്റിൽ ഞാൻ ഓർഡർ ചെയ്ത ഒരു മൾട്ടിപർപ്പസ് സ്റ്റീമറാണ്. ഇൻഡസ് വാലി അറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. ഒരുപാട് വെറൈറ്റീസ് കിച്ചൺ അപ്ലയൻസസ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മൾട്ടിപർപ്പസ് കടായാണ് മേടിച്ചത്. ഇഡ്ഡലി ഉണ്ടാക്കാനും ഇടിയപ്പം ഉണ്ടാക്കാനും അതുപോലെ വെജിറ്റബിൾസൊക്കെ വേവിക്കാനൊക്കെ പറ്റിയൊരു സ്റ്റീമർ. പിന്നെ വേണമെങ്കിൽ കടായായിട്ടും യൂസ് ചെയ്യാം. ഒരു കടായും 5 പ്ലേറ്റാണ് വന്നത്. നല്ല സ്ട്രോങ് കടായാണ്. ഒരു സമയത്ത് 2 പ്ലേറ്റ് ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇൻഡസ് വാലിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്.
നല്ല രസമുണ്ട്, വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. 2 ഇഡ്ഡലി പ്ലേറ്റാണ്. 8 ഇഡ്ഡലി ഒരേ സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 2 ഇടിയപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റ്, അല്ലെങ്കിൽ ഈ നോർത്ത് ഇന്ത്യക്കാരാണെങ്കിൽ മോമോസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും. നമുക്ക് പിന്നെ ഇടിയപ്പം, അതുപോലെ ബോണ്ട, പിന്നെ പിടി, കൊഴുക്കട്ട അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. That's all for today. So please do subscribe my channel and thank you so much for watching. Bye bye.